നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് ഒരു വ്യത്യാസമുണ്ട്, കാരണം എനിക്ക് ചെറിയൊരു പനിയുണ്ട്. എന്തായാലും നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് ഇനിയിപ്പോൾ 26 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഹസ്ബൻഡ് അമ്മയുടെ അടുത്താക്കി എൻ്റെ വീട്ടിൽ പോയിരുന്നതാണ്. പകൽ സമയത്തൊരു 3 to 4 hours പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരു 2 ദിവസം കൊണ്ട് തീർക്കാനുള്ള ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിരിക്കുന്ന ടോപ്പിക്സാണ് കേരള ജോഗ്രഫിയുടെ ഉണ്ട്, പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഉണ്ട്. അതായത് എല്ലാ ടോപ്പിക്സിൽ നിന്നും കുറച്ച് പോർഷൻസായിട്ട് ഇട്ട് നോക്കുവാണ്. കാരണം ഒരു ടോപ്പിക്ക് തന്നെ പഠിച്ചിട്ട് എങ്ങും എത്താത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം കുറച്ചായിട്ട് ബാക്കി എല്ലാ ടോപ്പിക്സിൽ നിന്നും ഓരോരോ പോർഷൻസ് അല്ലെങ്കിൽ 2 പോർഷൻസ് വെച്ച് ഇട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നു ഈ ലാസ്റ്റ് ഡേയ്സിൽ. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പോർഷനാണ്. ഞാനൊരു ടൈമർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. കുറച്ചുകൂടെ ഫോക്കസ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് ടൈമർ വെച്ചിട്ട് നമ്മുടെ പോർഷൻസ് എടുത്തിട്ട് നബാർഡ് എക്കണോമിക്സിൽ നിന്ന് ഞാൻ നബാർഡ് പിന്നെ റിവിഷൻ എക്കണോമിക്സിൻ്റെ കുറേ പോർഷൻസ് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പഠിക്കാറുള്ളത്. നബാർഡാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്യയുടെ ബുക്കിനകത്ത് നബാർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ചെറിയ പോർഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നബാർഡിൽ നിന്ന് വളരെ ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് നബാർഡിൻ്റെ കുറേ കാര്യങ്ങൾ എഴുതിയെടുത്തു, 2-3 ക്ലാസ് കേട്ടിട്ട്. അതുപോലെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്തിട്ടും എനിക്ക് നല്ലൊരു നോട്ട് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി എഴുതി വെച്ചു. ഇനി ഇതൊന്ന് പഠിച്ചെടുക്കണം. അപ്പം ഇത് പഠിച്ചെടുക്കുവാണ് ഞാൻ ഇരുന്നുണ്ട്. അപ്പോൾ എക്സാം അടുക്കും തോറും നല്ല ആങ്സൈറ്റിയും നല്ല സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എങ്ങും എത്താത്ത പോലെ തോന്നുന്നു. എക്കണോമിക്സും കുറച്ച് ഏരിയാസ് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി മൊത്തം കവർ ചെയ്യാൻ കിടക്കുകയാണ്. ഏകദേശം ഒരു 24, അതായത് മെയ് 24 എനിക്ക് എക്സാം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു 26 ഡേയ്സ് അല്ലെങ്കിൽ 25 ഡേയ്സ് 24 ഡേയ്സ് ഒക്കെ എനിക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളൂ പഠിക്കാനായിട്ട്. കുറേ പോർഷൻസ് തീർക്കാനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്കൊരു ബാക്കപ്പ് പ്ലാൻ ഇല്ല. അതായത് എനിക്ക് BEd ഇല്ല. ഞാനൊരു ഡിഗ്രി MSc ഗ്രാജുവേറ്റ് ആണ്. പക്ഷേ അതിന് ശേഷം ഞാൻ BEdന് പോയില്ല. ഞാൻ നെറ്റ് എക്സാമിന് പോയി. അവിടെ എനിക്കൊരു ഫെയിലിയർ നേരിടേണ്ടി വന്നു. അപ്പോൾ എനിക്കൊരു പ്ലാൻ B ഇല്ല. എല്ലാവരും നമ്മൾക്ക് മുന്നേ പോകുന്നു. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ഫീല് വരുന്നുണ്ട് എക്സാം അടുക്കും തോറും. പക്ഷേ നമ്മളന്ന് ഓർത്തിട്ട് കാര്യമില്ല, നമ്മൾ ട്രൈ ചെയ്യുക. അപ്പം അത് വെച്ചിട്ട് മുന്നോട്ട് പോവാണ്. അത് നബാർഡ് ഞാൻ തീർത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഞാൻ ഇട്ടത് ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അപ്പം അതിനകത്ത് ഞാൻ ചോദ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇച്ചിരി ഒരു ട്രിക്കിയാണ്. കാരണം ഏത് ലിസ്റ്റിലാണെന്ന് പഠിക്കുക. ചിലതൊക്കെ നമുക്ക് കിട്ടും, പക്ഷേ ചിലതൊന്നും കിട്ടത്തില്ല. അപ്പം അതൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും കിട്ടാത്ത കുറേ ഏരിയാസ് സംശയം വരുന്നുണ്ടല്ലോ, അത് പഠിക്കണം. നമ്മുടെ ടാലൻറ്റിൻ്റെ ബുക്കിനകത്ത് ഓഫ്കോഴ്സ് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ലിസ്റ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പഠിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് പോർഷൻസ് നമുക്ക് കിട്ടും, ചിലത് കിട്ടാത്തത് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 പേജസോളം ആണ് ഉള്ളത്. അപ്പം അത് എന്തായാലും പഠിക്കുകയാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ 12 to 1 ഒരു മണിക്കൂറാണ് ഞാൻ ടൈമർ വെച്ചിട്ട്. അത് കൃത്യം ഒരു 4 മണിക്കൂറേ കിട്ടത്തുള്ളൂ വീട്ടിൽ പോയിരിക്കുമ്പോൾ. അപ്പോൾ ഓരോ മിനിറ്റും യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ കമ്പ്യൂട്ടർ ഞാൻ പഠിക്കുന്നത് സൈലം, ഞാൻ LDCക്ക് വേണ്ടി സൈലത്തിൻ്റെ ഒരു ചെറിയ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ട്സാണ്. അപ്പം അതിനകത്ത് ഇങ്ങനെ എങ്ങും കിട്ടാത്ത കുറേ ഏരിയാസില്ലേ, അതായത് ഇത് ഫോം ചെയ്ത് ആരാണ്, മൈക്രോസോഫ്റ്റ് കമ്പനി, അങ്ങനെ ഓരോ കമ്പനീസ് ഫോം ചെയ്തത്, അത് പഠിച്ചു. പിന്നെ സാംസ്കാരികം, ആ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും യൂട്യൂബ് ക്ലാസ് കേൾക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കലാ, കായികം, സാഹിത്യം. അപ്പം സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ ഏരിയയും ആഘോഷങ്ങൾ എന്ന് പറഞ്ഞ ഏരിയയും 2 ഏരിയയും. അതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 2 പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടു യൂട്യൂബിനകത്ത്. എന്നിട്ടിപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലിസ്റ്റാണ്. ലിസ്റ്റ് പഠിച്ചിട്ട് പിന്നെ ജോഗ്രഫി പഠിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ എവിടം വരെയായി പഠിക്കുന്നവർ, സെക്രട്ടറി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അടുത്ത വരാൻ പോണ കമ്പനി ബോർഡ്, LGS, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, നിങ്ങളൊക്കെ എവിടം വരെയായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, ബിക്കോസ് അത് എനിക്ക് വളരെ ഹെൽപ്പാണ്. അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അവർ ഇത്രയും ആയി, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ നമുക്കൊരു ഫീൽ വരും. സോ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയ പഠിക്കുന്ന മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് പഠിക്കാനുള്ളത്, എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്, അതായത് ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം ഈ ഡേയ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടാത്തതാണ്. എക്സാം എന്ന് പറഞ്ഞാൽ തിരിച്ച് കിട്ടാത്ത കാര്യമാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറേ സമയങ്ങൾ കിട്ടും. പക്ഷേ നമ്മളെ ചില സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വീട്ടിൽ പോയിരുന്ന് പഠിക്കാമെന്ന് തീരുമാനം എടുത്തത്. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാം. കാരണം കുഞ്ഞുങ്ങളെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ വളർന്ന് അവരങ്ങ് പോകും. വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസും ഇപ്പം നമ്മളില്ലെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് നടക്കും. അങ്ങനെയാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ നടക്കുമല്ലോ.
അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക, പഠിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ പഠിക്കുക, അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ ജോഗ്രഫി നോക്കി കേട്ടോ. പെരിയാർ എന്ന് പറഞ്ഞ റിവറാണ് നോക്കിയത്. പിന്നെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇപ്പോൾ ഡെയിലി ഒരു റിവറും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കുറച്ച് ജോഗ്രഫിയുടെ ഏരിയ, അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പനിയൊന്നും വരാതെ ഇപ്പോൾ തന്നെ ഓൾറെഡി പനി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ ജോഗ്രഫിയുടെ ഏരിയാസും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 4 ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം 2 ദിവസം എടുത്ത് എനിക്കൊരു ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് വേൾഡ് ജോഗ്രഫി ഉണ്ട്, എർത്ത് സ്ട്രക്ചറിൻ്റെ ഓൾറെഡി എൻ്റെ നോട്ട്സ് ഉണ്ട് കേട്ടോ. യു എന്നിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അപ്പോൾ UN ഒന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത്. പിന്നെ ഇംഗ്ലീഷും മാത്സും മലയാളം ഓഫ് കോഴ്സ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പകൽ സമയത്ത് രാത്രി. ഇതിപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 3:45 3:45 ഇറങ്ങിയാൽ 4:00 ഹസ്ബൻഡ് വീട്ടിൽ ചെല്ലും കേട്ടോ. ഞങ്ങളൊരു 15 മിനിറ്റ്സ് ദൂരത്തിലാണ് 2 വീടുകളുള്ളത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ക്ലാസ്സാണിത് കേട്ടോ. സാഹിത്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് വെച്ചിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.